ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരുകൾക്കുള്ള വികസന പദ്ധതികൾ അതിവേഗം സമ്മാനിക്കുന്നതിനുള്ള തിരക്കിലാണിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ. അടുത്ത 10 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 സംസ്ഥാനങ്ങൾക്കാണ് സന്ദർശിക്കുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവാക്കി നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ഈ സംസ്ഥാനങ്ങൾക്ക് സമ്മാനിക്കുന്നതിനായാണ് പ്രധാനമന്ത്രി ഈ അതിവേഗ സന്ദർശനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനാൽ ആ സമയം കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതല്ല. ഇത് കണക്കാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത 10 ദിവസത്തിനുള്ളിൽ 12 സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിലെത്തും. 15,718 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തെലങ്കാനയ്ക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സംഗറെഡ്ഡിലും ആദിലാബാദിലും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിലും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ദേശീയപാതകൾ, MMTS ഫേസ് 2 ഫൈനൽ സെക്ഷൻ എന്നിവ ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികളാണ് തെലങ്കാനയ്ക്കായി മോദി സർക്കാർ ഉദ്ഘാടനം ചെയ്യാനൊരുങ്ങുന്നത്. മാർച്ച് 4-5 തീയതികളിൽ തെലങ്കാന സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിക്ക് തെലങ്കാനയിലെ ജനങ്ങൾ ഏറ്റവും മികച്ച സ്വീകരണം തന്നെ നൽകുമെന്നാണ് തെലങ്കാന BJP അധ്യക്ഷനും വടക്ക് കിഴക്കൻ മേഖലയിലെ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വികസന മന്ത്രിയുമായ കിഷൻ റെഡ്ഡി വ്യക്തമാക്കിയത്. സെക്കന്ദരാബാദ് കണ്ടോൺമെന്റിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനായി അടുത്തിടെ പ്രതിരോധ ഭൂമി കൈമാറ്റം ചെയ്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കിഷൻ റെഡ്ഡി അഭിനന്ദിച്ചിരുന്നു. തെലങ്കാനയിലെ 17 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടത്തിയ വിജയ് സങ്കൽപ് യാത്ര പ്രതീക്ഷിച്ചതിലും വിജയകരമായി പര്യവസാനിച്ചതിലും കിഷൻ റെഡ്ഡി വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന തെലങ്കാന സന്ദർശനത്തിനു ശേഷം തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് പ്രധാനമന്ത്രി സന്ദർശിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.